ഈശോയ്ക്കും മാതാവിനും എല്ലാവിധ സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വതി. ഞാൻ കുമരകത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേഴ്സാണ്. ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 2020 അത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ആ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ OET പാസ്സായത്. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ OET പാസ്സായത്. കാരണം ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് അതിൻ്റേതായ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ഒക്കെ എനിക്ക് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എനിക്ക് ഒരുപാട് ഇതായിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ എൻ്റെ OET പാസ്സായി. അതിലെൻ്റെ റൈറ്റിംഗ് ഞാൻ പാസ്സായത്. റൈറ്റിങ്ങിന് എനിക്ക് ആദ്യം 290 എനിക്ക് സ്കോർ കിട്ടിയത്. അപ്പോൾ അത് C സ്കോറാണ്. അതൊരു കൺട്രിയിലും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്കോറല്ല. പക്ഷേ ഞാൻ മാതാവിനോട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയി. റീവാലുവേഷൻ ഞാൻ കൊടുത്തു. ആ റീവാലുവേഷൻ വഴി 290 എന്നുള്ള എൻ്റെ സ്കോറ് 350 എനിക്ക് മാതാവ് ഉയർത്തി തന്നു. അതെൻ്റെ കഴിവല്ല. കാരണം ഞാൻ എക്സാം എഴുതി, എനിക്കറിയാം ഞാൻ എന്താണ് ആ പേപ്പറിൽ എഴുതിയതെന്നും ഞാൻ എഴുതിയത് മുഴുവൻ തെറ്റാണെന്നും എനിക്കറിയാം. ഞാൻ വായിച്ച് പിന്നെയും തിരുത്തി, അങ്ങനെ ഒരുപാട് തെറ്റുകളാണ് ഞാൻ ആ പേപ്പറിൽ എഴുതിയിരുന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവ് അത് നേടിത്തന്നു. അങ്ങനെ ആ OET ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. എനിക്കതിൽ നിന്ന് UK സ്കോറ് കിട്ടി. ഞാനപ്പോൾ UK പോകാമെന്ന് വിശ്വസിച്ച് ഞാൻ ആ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. പക്ഷേ എൻ്റെ മാതാവിൻ്റെ പദ്ധതി അതൊന്നും അല്ലായിരുന്നു എന്നെപ്പറ്റി. ഞാൻ UK പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവിടുന്ന് തന്നെ റിസൈൻ ചെയ്ത് 2022 നാട്ടിൽ വന്നു. അപ്പം ഞാൻ ആ പ്രോസസ്സിങ്ങിൻ്റെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം നാട്ടിൽ വന്ന സമയത്ത് ആദ്യ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. അപ്പം ഇതെൻ്റെ പദ്ധതിയിലുള്ള കാര്യമല്ല. കാരണം മാതാവാണ് എനിക്ക് ആ ഒരു ഇത് തന്നത്. കാരണം മാതാവ് എനിക്ക് അപ്പോൾ ഒരു കുഞ്ഞിനെ തരണം എന്ന് ആഗ്രഹിച്ചു. ഞാനങ്ങനെ പ്രഗ്നൻ്റായി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ഒരു UK പോകാനുള്ള ചാൻസ് ആഗ്രഹിച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ട്, നിനക്കത് കിട്ടി. പക്ഷേ നീ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആ ചാൻസ് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അബോർഷൻ ചെയ്യുക, വേണ്ട ഈ കുഞ്ഞിനെ. അങ്ങനെ പലരും എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഞാൻ ഓർത്ത് എനിക്ക് മാതാവ് തന്നതാണ്. എനിക്ക് UK ഇനിയും പോകാം, എനിക്ക് ദൈവം ആയുസ് തരും. പക്ഷെ എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ ചിലപ്പോൾ ദൈവം തന്നില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി തന്നെ മുന്നോട്ട് പോയി. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം. കാരണം എനിക്ക് മൂത്തതൊരു പെൺകുഞ്ഞാണ്, അത് രണ്ടാമതൊരു ആൺകുഞ്ഞ് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു ആൺകുഞ്ഞുണ്ടായി. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് ഈ UK പ്രോസസ്സിങ്ങിൽ അവർ ഏജൻസിക്കാർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി UK പ്രോസസ്സിങ് ചെയ്യാൻ സാധിക്കില്ല, കാരണം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ അവിടെ പോകത്തില്ല. അപ്പോൾ എൻ്റെ സ്കോർ എക്സ്പയർ ആയി പോവും. അപ്പോൾ അതിനു മുമ്പ് നീ വേണമെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും തീരുമാനം. അവരും എന്നോട് പറയാതെ പറഞ്ഞത്, ഇത് അബോർഷൻ ചെയ്യുമോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടെന്ന് വെക്കുമോ, എന്തെങ്കിലും ചെയ്തിട്ട് നീ പോവുക എന്നുള്ള രീതിയിലാണ് അവരും എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ അത് മുന്നോട്ട് പോയില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് അതിനു മുമ്പ് തന്നെ എനിക്ക് ന്യൂസിലൻഡ് എന്നുള്ളൊരു ഇത് മാതാവ് എൻ്റെ മുന്നിൽ കാണിച്ചു തന്നു. അപ്പം ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങി. അതിനിടയ്ക്ക് സൗദിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് വരുമ്പം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. കാരണം സൗദിയിൽ നിന്നൊക്കെ നമ്മൾ പോരുമ്പോൾ അവിടെ PF മണി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ആരുടെയും പേരിൽ എഴുതി കൊടുത്തിട്ടാണ് നമ്മളവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ആദ്യം എനിക്ക് കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിൽ കിട്ടി. അതൊരുപാട് പ്രോസസ്സ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കത് മുഴുവൻ പൈസയും കിട്ടിയില്ല. ബാക്കി പൈസ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഞാൻ അന്നേരം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുക. കാരണം എനിക്ക് ന്യൂസിലൻഡിൽ പോകണമെങ്കിൽ ഒരു 10-18 ലക്ഷം രൂപയുടെയും എനിക്ക് തികയില്ല. അപ്പം എനിക്ക് അങ്ങനെ സാമ്പത്തിക ചുറ്റുപാടൊന്നും ഒരുപാടുള്ള ഒരാളല്ല. ഞങ്ങൾ അന്നത്തേക്ക് ഉള്ള അധ്വാനിച്ച് ജീവിക്കുന്ന വീട്ടുകാരും അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളവരുമാണ്. അപ്പം ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം കിട്ടിയ പൈസ എനിക്ക് ഒന്നിനും തികയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് പൈസ കിട്ടിയ പിറ്റേ ദിവസം ഞാൻ ഓടി ഇവിടെ മാതാവിൻ്റെ അടുത്താണ് വന്നത്. ഞാൻ എന്നിട്ട് കരഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു, മാതാവ് നിൻ്റെ ഹിതം എന്താണോ അതുപോലെ നടക്കട്ടെ. പക്ഷെ ഞാനൊരു കഷ്ടപ്പെട്ട് ഒരുപാട് പണിയെടുത്ത പൈസയാണ്. പക്ഷെ അത് നഷ്ടപ്പെടാൻ ഇടയാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാനത് വിട്ട് ഞാൻ മറന്നു. മുന്നോട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കടങ്ങളൊക്കെ മേടിച്ച് ഞാൻ ന്യൂസിലൻഡിൽ കയറി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ക്യാപ് കോഴ്സാണ് ഞാൻ ചെയ്തത്. ആ കോഴ്സിൽ ഒരു എക്സാം പോലും ഒരു പ്രാവശ്യം പോലും തോക്കാതെ എല്ലാത്തിനും ആദ്യത്തെ ചാൻസിൽ തന്നെ ഞാൻ പാസ്സാവുകയും, എനിക്ക് കഴിവുണ്ടായിട്ടല്ല, എന്നേലും കഴിവുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരേലൊക്കെ ആദ്യം എല്ലാത്തിനും എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അത് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ ഉടമ്പടി കാശ് രൂപം ധരിക്കാതെ എങ്ങും പോകില്ലായിരുന്നു. അത് ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളായിരുന്നു ഓരോ കാര്യങ്ങൾക്കും. അങ്ങനെ എനിക്കതെല്ലാം നടന്നു കിട്ടി.
അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ സൗദിയിലെ ഞാൻ ഈ പേപ്പർ കൊടുത്ത ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അശ്വതിയുടെ പൈസ വന്നിട്ടുണ്ട്, അത് മുഴുവൻ വന്ന് ആ ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്നു, ആ ചേച്ചി എനിക്കത് ഇട്ട് തന്നു. അതെനിക്ക് അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നൊരു സമയത്ത്, ഞാൻ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്ക് ബാക്കി പൈസ എൻ്റെ മാതാവ് എനിക്ക് മേടിച്ചു തന്നത്. അപ്പം മാതാവിനറിയാം ഉചിതമായ സമയം ഏതാണെന്നും നമുക്ക് എപ്പോഴാണത് ആവശ്യമെന്ന് അറിയുന്ന മാതാവ് അത് കറക്റ്റ് സമയത്ത് എനിക്ക് ചെയ്തു തന്നു. അതാണ് എൻ്റെ മറ്റൊരു അനുഭവം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ OET ഡേറ്റ് തീരുന്നതിന് മുമ്പ് എനിക്ക് അവിടെ കയറി പോകാൻ സാധിച്ചത്, ന്യൂസിലൻഡിൽ പോകാൻ സാധിച്ച ഒരു വലിയ അനുഗ്രഹമാണ്. അവിടെ ചെന്ന ശേഷം എല്ലാ എക്സാം പാസ്സായി. പിന്നെ എനിക്ക് വർക്ക് വിസയ്ക്ക് ഇടുന്ന സമയത്ത് ഞാൻ ശനിയാഴ്ചയാണ് വർക്ക് വിസയ്ക്ക് ഇടുന്നത്. അപ്പോൾ എനിക്കവിടെ ആദ്യം അവിടെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. അത് കഴിഞ്ഞ് വർക്ക് വിസയ്ക്ക് ഇടുന്നത് ഞാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അവധി ദിവസമാണ്. വിസ ഒന്നും ആരും അടിക്കിച്ച് തരാൻ നമുക്കില്ല. പക്ഷേ എനിക്ക് ശനിയാഴ്ച ഇട്ട വിസ ഞായറാഴ്ച രാത്രി 7 മണിയായപ്പോഴത്തേക്കും എനിക്ക് വിസ അടിച്ചു. അത് അങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം കൊണ്ടാണ് എനിക്ക് വിസ അടിച്ചത്. അത്രയും പെട്ടെന്ന് എനിക്ക് വിസ അടിച്ചു തന്നതും അത് മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ അത്രത്തോളം മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മനുഷ്യരല്ല എനിക്ക് വേണ്ടി വിസ അടിക്കേണ്ടത്, നീയാണ് എനിക്ക് വേണ്ടി വിസ അടിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് എനിക്ക് വിസ അടിച്ചു. ഞങ്ങൾ ആ ക്യാപ്പ് പഠിച്ചതിൽ ഏറ്റവും ആദ്യം എനിക്ക് ജോലിക്ക് കയറാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ കഴിവ് കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചു. കാരണം ഞാൻ ഒരുപാട് പാപിയാണ്, എനിക്കങ്ങനെ കഴിവുകളൊന്നുമില്ല. പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതെല്ലാം സാധിച്ചു തന്നു.